എന്താണെന്ന് മനസ്സിലായില്ല. ഒക്കെ അവൾക്ക് മനസ്സിലാവും. അയ്യോ, പറഞ്ഞപ്പോ അവന് മനസ്സിലായല്ലോ. കണ്ടോ? കുട്ടി വാ, മോളങ്ങ് വളർന്നു പോയല്ലോ. To Wall Street and the Associates at 9:27, and to take us up to that time. From Brooklyn, New York, weighing 220 pounds. ഇതാണ് തീപ്പെട്ടിക്കൂടിനകത്തെ സിൽമ. ഇത് അമ്മയ്ക്കാ, അമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാ. الفريق الأول نشاهده هنا وهو مؤلف من جيف كريني ولورين سوسي. هو ذا لورين سوسي. The East-West connection from New York City, weighing 252 pounds. Here is Adrian Adonis. ويتألف الفريق الثاني من إدريان أدونيس. هو ذا إدريان أدونيس ومعه جيس فنتورا من كاليفورنيا. هو ذا جيس فنتورا. Here is Jesse, the Body Ventura. إدريان أدونيس وجيس فنتورا مصارعان عنيفان وقويان وخشنان جدا ويتعمدان تجاوز القوانين. وهو ذا مدير أعمالهما. ഈ പടം കണ്ടിട്ടുള്ളതാണോ? ഏയ്, നല്ല സാധനമാ. ഓ, ആര് പടം കാണുന്നു? വല്ലപ്പോഴും ടി വിയിൽ ഒരെണ്ണം കണ്ടാലായി. ചേട്ടന് പണ്ട് സിനിമ എന്ന് പറഞ്ഞ ജ്വരമായിരുന്നല്ലോ. ജ്വരം മാറി ഇപ്പൊ ജലദോഷം പോലും ഇല്ലാത്ത അവസ്ഥയാ. ഇനി എത്ര ദിവസം കൂടെ ലീവ്? പിള്ളേരുടെ വെക്കേഷൻ തീരുന്നവരെ വേണേ നിൽക്കാം. LTC പോന്നതാ. ഏതായാലും അമ്മയുടെ പിറന്നാൾ കഴിയുന്നവരെ നിൽക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം എന്ന് പോണമെന്ന്. ഇപ്പോഴീ ലീവ് കിട്ടാൻ ഞാനും കുറെ പാടുപെട്ടു. അമ്മയ്ക്ക് നിർബന്ധമാണെന്ന് പറഞ്ഞാൽ ഷെയ്ഖന്മാർക്ക് മനസ്സിലാവൂ. ഒടുവിൽ ഞാൻ അമ്മയുടെ ഷഷ്ടിപൂർത്തി പിറന്നാളിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഷഷ്ടിപൂർത്തി എന്ന് പറഞ്ഞാൽ ഞാൻ കാനയാ ചേനയാന്നൊക്കെ പറഞ്ഞ അമ്മമാരെ വരട്ടി. അറിഞ്ഞോ? എന്ത് പറഞ്ഞില്ലേ? ഇല്ല. ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് ഒന്ന് വാങ്ങിച്ചിട്ടിട്ടാ ഒന്നും അറിയാത്ത പോലെ ഇരുന്ന് ചിരിക്കുന്നത്. വാങ്ങിച്ചോ? ഇല്ല ചേട്ടാ, ഈ പെണ്ണുങ്ങളുടെ ഒരുതരം പുളുമാസ് പറിച്ചിട്ടുണ്ടല്ലോ, അത് ഇവക്ക് സ്വല്പം കൂടുതലാ. എന്നെ വെറുതെ അതും പറയണ്ട. വാങ്ങിച്ചെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എന്തോ നടന്നിട്ടുണ്ടല്ലോ. അഡ്വാൻസ് കൊടുത്തു, അത്രേ ഉള്ളൂ. ഇനി 3.25 ലക്ഷം രൂപ അവിടെ എന്നെ അങ്ങോട്ട് കൊടുത്താലേ വാങ്ങിച്ചു എന്നൊക്കെ പറയാൻ നോക്കുള്ളൂ. അത്രേ ആയല്ലോ. ഞങ്ങളിതാ 2 കഥാപാത്രങ്ങൾ 19 കൊല്ലമായിട്ട് ബോംബെ കിടന്ന് അധ്വാനിക്കുക. ഇപ്പോഴും ഒരാളുടെ ശമ്പളം അങ്ങനെ മാറ്റി കൊടുക്കുക. ഇത്രയും പോകുന്ന ഒരു ഫ്ലാറ്റിന്റെ വാടക. അതെ, ഞങ്ങൾ പിന്നെ ഇപ്പൊ ഇത് തിരക്കൂട്ടി വാങ്ങിക്കുന്നത് പിള്ളേരുടെ പഠിത്തം നടക്കണമെങ്കിൽ വേറെ മാർഗമില്ലാഞ്ഞിട്ടാ. കുട്ടികളുടെ പഠിത്തം നേരെ ചൊവ്വേ നടക്കണമെങ്കിൽ ഈ നാട്ടിൽ വന്നേ പറ്റത്തുള്ളല്ലോ. അല്ലെങ്കിൽ തന്നെ ഇനി അധികകാലം അവിടെ അങ്ങ് പറ്റി തൂങ്ങി കഴിയാനും അവര് സമ്മതിക്കില്ല. ഓരോരുത്തരെയും സ്മൂത്തായിട്ട് ഇങ്ങ് പറഞ്ഞു വിടുക. എപ്പോ വേണേലും പോരാനുള്ള തയ്യാറെടുപ്പില്ല നമ്മളും. ദേ, ആ ബ്രൗൺ സൂട്ട് കേസ് ഒന്ന് തുറന്നു തരാമോ? എനിക്ക് അതിൽ നിന്നൊരു സാധനം എടുക്കാനുണ്ടായിരുന്നു. അതിന്റെ പൂട്ട് തിരിയുന്നില്ല. ഞാൻ കുറെ ട്രൈ ചെയ്തു. 6:45 വാങ്ങുന്നേ. 3.5 കൊടുത്തു. ബിന്ദു പറഞ്ഞത് ബെസ്റ്റ് ലൊക്കാലിറ്റി ആണെന്ന്. സിറ്റിയുടെ നടക്കെ 2 bedroom വിത്ത് ഓൾ ഫെസിലിറ്റീസ്. കൈ പണമുള്ള പലരും അങ്ങനെ പലയിടത്തും ഫ്ലാറ്റ് സ്ഥലമൊക്കെ വാങ്ങിച്ചിടും. അതൊരു പതിവാ. ആരെങ്കിലും വാങ്ങിക്കുന്ന എനിക്ക് പറയേണ്ട കാര്യമില്ല. ഇതിപ്പോ സ്വന്തം അനിയനായതുകൊണ്ട് പറഞ്ഞതാ. എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ചാടി കടിക്കാൻ വന്നോണം. നമ്മൾ ഈ ഇലക്ട്രിക് ട്രെയിനിന്റെ പിന്നിൽ തൂങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് 19 കൊല്ലായി. അത് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അയ്യേ, അവനൊന്നും ചെയ്യില്ല. കൊടുക്ക. വേണ്ട, അമ്മൂമ്മ കൊടുക്ക. ഒന്നും ചെയ്യില്ലടി മോളെ. വേണ്ടമ്മേ, സ്വല്പം പേടിയിരുന്നോട്ടെ. അത് മാറിയാൽ അവൾ അതിനെ പിടിച്ച് ഞെക്കി കശക്കി ശല്യം ചെയ്ത് കളയും. ആണോടി മോളെ? എന്നും നീ ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ടാ അവള് വില കൂട്ടി നിൽക്കുന്നത്. ചോദിക്കാതിരുന്നാ മതി. നിങ്ങൾ പോകുന്നതിന് മുമ്പ് അവള് കുട്ടിയെ തരും. ഇതിന്റെ ഉള്ളിലാ കുട്ടി?
ആ എവിടെ? നിന്റെ തലയില്. ഇനി അതും ഇതും ഒക്കെ ചോദിക്കാൻ തുടങ്ങും. ഓ, ഇങ്ങനെ രണ്ടെണ്ണം മറുപടി പറയാൻ നിന്ന കിളിച്ചതും മുളച്ചതും ഒക്കെ അറിയുന്നവരെ ചോദിച്ചോണ്ടിരിക്കും. ശനിക്കുമ്പോ കുട്ടി ഇത്ര ഉണ്ടാവില്ലല്ലേ? ആ അയ്യോ, മതി മതി എൻക്വയറീസ്. നീ ഇതിനിടെ എങ്ങോട്ട് പോയി? ചേച്ചിയെ കാണാൻ പോയായിരുന്നോ? ആ. ഇതുവഴിയെ പോയോ? ഓ, ഇതിലേങ്ങ് ഇറങ്ങി. റോഡേ കൂടെ പോയാൽ 100 പയ്യന്മാരെ ഗൾഫിൽ കൊണ്ടുപോകാനുള്ള ആപ്ലിക്കേഷൻസ് വരും. വണ്ടി വരെ സ്കൂളിൽ പോണ വഴിയാ. ഇപ്പൊ ആ പഴയ വഴിയെല്ലാം മാറിപ്പോയി അല്ലയോടാ? അത്രയും വീടുകള് കാട് ബോർഡ് വെട്ടിമാതിരി. പൊതുലാട്ടിനായിരുന്നാലും പണ്ടായിരുന്നു ഭേദം. തുടങ്ങി. ആളുകൾ വീട് വയ്ക്കാൻ പാടില്ലെന്നാ ഇവിടെ ഒരാളുടെ. നാടിന്റെ ഭംഗി പോകും പോലും. അതവൻ പറയുന്നത് കുറെയൊക്കെ ശരിയാ. നമ്മുടെ കൊട്ടക്കാട്ട് കാവിന്റെ അവിടെയൊക്കെ എന്തു ഭംഗിയായിട്ട് കിടന്നതാ. ഇപ്പൊ അവിടെ കാവുമില്ല, ദേവിയില്ല, 5-6 മഞ്ഞ വീട് മാത്രമുണ്ട്. അതും കണ്ട ജാതിക്കാരുടെ. അമ്മേ, ഇവക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്ന ഇനമല്ല. ഇവിടെ നാട് കണ്ടിട്ടുണ്ടോ, കാവ് കണ്ടിട്ടുണ്ടോ? പിന്നെ ഇല്ല, ഞാൻ ആകാശത്തുനിന്ന് പൊട്ടി വീഴല്ലായിരുന്നോ? ആ കാള, അമ്മേ, ആവി പിടിക്കാറായി. ഞാനിതാ വന്നു. തിളച്ചെടുക്കുവാ. വന്നെന്ന്. ആ അമ്മ എന്നാ പോയി ആവി പിടിക്ക്. ആ കൊച്ചപ്പോഴും വന്ന് വിളിച്ചു. എന്ത് പറ്റി? അറിഞ്ഞില്ലേ? അക്കാര്യത്തിൽ മോനേക്കാൾ അമുക്കിയ അമ്മ. ഒറ്റ വസ്തു ഒറ്റ ആളോട് മിണ്ടത്തില്ല. കഴിഞ്ഞ ആഴ്ച ബാത്റൂമിൽ സ്റ്റൈലായിട്ടൊരു വീഴ്ച അങ്ങ് വീണു കൊടുത്തു. ഭാഗ്യത്തിന് ഫ്രാക്ചർ ഒന്നും ഉണ്ടായില്ല. 2 ദിവസം അനങ്ങാൻ പറ്റിയില്ല. ഇപ്പോഴും നീരുണ്ട്. ആണോ? ഓ, കഴിഞ്ഞ ആഴ്ചയൊന്നും അല്ലടാ, 1 മാസത്തിന് മേലായി. അതാ പത്മാവതി കണിയാട്ടിയെ വിളിച്ചോന്ന് ഒഴിഞ്ഞപ്പോ അങ്ങ് മാറുകയും ചെയ്തു. പിന്നെന്തിനാ ഇപ്പോഴും ആവ് പിടിക്കുന്നേ? അതാ പെണ്ണിന്റെ ഓരോ നിർബന്ധങ്ങള്. ഒന്നുമല്ല, ഞാൻ എപ്പോഴും അവിടെ പറയാറുള്ളതാ, അമ്മ ഇവിടെ തനിച്ചിങ്ങനെ നിർത്തുന്നത് റിസ്ക് ആണെന്ന്. പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് വയ്യാതെ വന്നാൽ കിടന്ന് വിളിച്ചാൽ കൂടെ വരാൻ ആരാ ഉള്ളത്? അങ്ങനൊന്നും വരുത്തത്തില്ല. വാ മക്കളെ, വാ. ഇപ്പോഴും നടപ്പ് ശരിയായിട്ടില്ല. ഞാൻ നോക്കിട്ടൊരു കുഴപ്പവും കാണുന്നുണ്ട്. കുറെ കൂടെ വലിയ കുഴപ്പമുണ്ടായാലേ കാണുള്ളായിരിക്കും. ഞാനുള്ള കാര്യം പറഞ്ഞു. കിടന്ന് വിളിച്ചാൽ ഓടി വരാൻ അയലത്ത് കൂടി ആളില്ല. ശ്മശാനം പോലെ പരന്ന ഒരു പറമ്പും അതിനകത്ത് 10,000 പോലൊരു വീടും. നീയേ നല്ല വീട് കണ്ട് വളർന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ വീട് കാണുമ്പോ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. മനസ്സിലായോ? ഇത്തരം ക്രോഴ്സ് ആൻഡ് ക്രോഴ്സ് ഓഫ് കുഞ്ഞു മുട്ടകളാണ് പശുവിന്റെ വയറ്റില്. ഡെയിലി ഇങ്ങനെ കുറെ വീതം ഇട്ടോണ്ടിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്ന് വിരിഞ്ഞ് പശുവിന്റെ കുട്ടി പുറത്തു വരും. അതൊന്നും പറയാൻ പറ്റൂല. ദിവസം ഇതിവിടെ വന്ന് കളക്ട് ചെയ്ത് സൂക്ഷിച്ചു വെച്ച് നോക്കണം. ആ തള്ളപ്പശു അറിയാൻ പാടില്ല. ഇല്ല. അതുപോലെ അമ്മൂമ്മ അറിയരുത്. ഇല്ലമ്മേ. എന്നാലും ഇത് കൊണ്ടുപോയി വെച്ചിട്ട് വാ. ആരും അറിയരുത്. സൗത്ത് ഇന്ത്യയിൽ വെച്ച് തന്നെ ബെസ്റ്റ് എന്ന റെപ്യൂട്ടേഷൻ ഉള്ള സ്ഥലമാണ് ശരണാലയം. ഒന്നിനും അവിടെ ഒരു കുറവുമില്ല. ദിവസവും മെഡിക്കൽ ചെക്കപ്പ്, ഓരോരുത്തരുടെയും ടേസ്റ്റ് അറിഞ്ഞിട്ട് വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ ആയിട്ടുള്ള ഭക്ഷണം. ഒന്നും വയ്യാതെ വന്നാല് അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ്. അവിടെ ഞങ്ങളുടെ കൂടെയുള്ള ഒരു കോഴഞ്ചേരിക്കാരൻ ഫിലിപ്പുണ്ട്. പുള്ളിയുടെ അപ്പനും അമ്മയും അവിടെയാ. ചേട്ടൻ എപ്പോഴും പറയും ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ അവിടെ 2 സീറ്റ് റിസർവ് ചെയ്തിടാമെന്ന്. അപ്പൊ ബാംഗ്ലൂരിലെ ഫ്ലാറ്റോ? അയ്യോ, ഇപ്പോഴേ അങ്ങ് പോവാനല്ല. വയസ്സാവുമ്പോ വയസ്സന്മാരെയും വയസ്സുകളെയും മാത്രമേ അവിടെ താമസിപ്പിക്കുകയുള്ളൂ. ഓഹോ. അയ്യോ, ചേച്ചിക്ക് മനസ്സിലായില്ലേ? ഇത് ജെറിയാട്രിക് സെന്ററാ. ഓർഫണേജ് മാതിരിയുള്ള സ്ഥലമൊന്നുമല്ല. എല്ലാവർക്കും അവിടെ അങ്ങ് ചെന്ന് കയറാനൊന്നും പറ്റില്ല. ചേട്ടൻ തന്നെ അവിടെ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് കറസ്പോണ്ടൻസ് നടത്തി, എത്ര രൂപ ചെലവാക്കി. ആണോ? പിന്നെ ചുമ്മാതാന്നാ വിചാരം. അമ്മ ലക്കിയ, അതുകൊണ്ട് മാത്രം കിട്ടിയതാ. ഓ, ഈ ചേച്ചിയുടെ കൈകൊണ്ട് തൊട്ടാൽ എന്ത് ടേസ്റ്റാ. അവിടെ ഒരാൾ എപ്പോഴും പുകഴ്ത്തല ചേച്ചിയുടെ കുക്കിങ്ങിനെ പറ്റി പറഞ്ഞു. എന്നിട്ട് എന്നെ ചീത്തേ. എല്ലാ പെണ്ണുങ്ങൾക്കും ഇത് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു ഞാനും തർക്കിക്കും. അമ്മയെ മാറ്റി താമസിപ്പിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് വീട് കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നു. വീട് വിൽക്കാൻ തീരുമാനിച്ചതുകൊണ്ട് അമ്മയെ മാറ്റി താമസിപ്പിക്കുന്നു. ഇല്ല, എനിക്കിത് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അമ്മയോട് ഇക്കാര്യം പറയുന്ന ജോലി അത് നിങ്ങൾ ആരെങ്കിലും തന്നെ അങ്ങ് ചെയ്താൽ മതി. എന്നെ കൊണ്ട് വയ്യ. റെഡി? എടാ, ഇനി ഞങ്ങൾ 3 പേര് മാത്രമായിട്ട് ഒരെണ്ണം. വാ.
ഇനിതാ അവിടെ നിർത്തി ഒരെണ്ണം. ഇവിടെതാ അങ്ങോട്ട് നീങ്ങി നിന്നാ മതി. നല്ല സ്റ്റൈലും ബാക്ക്ഡ്രോപ്പാ. ഇങ്ങോട്ട് നിന്നേ. നല്ല അസല് ലൈറ്റും. ഇവിടെ നിന്ന് പറഞ്ഞ എടുത്താൽ അമ്മയെ കണ്ടാൽ നല്ല ഹലുവ മാതിരി ഇരിക്കും. അതൊന്നും വേണ്ട. നിന്നെ കൊണ്ട് നോക്കുമെങ്കിൽ ആ മരത്തിന്റെ കീഴെ നിർത്തി ഒരെണ്ണം എടുത്തതാ. അയ്യോ അമ്മ, അവിടെ ഷെയ്ഡ് കൂടുതലാ, തെളിച്ചം കിട്ടുകയല്ല. ഓ, അത്രയൊക്കെ തെളിച്ചാ മതി. വാ. ആ റെഡി? ഓക്കെ. ഇനി അമ്മയുടെ ഒരു ക്ലോസപ്പ്. ഓ, ഇനിയൊന്നും വേണ്ട. അവിടെ നിന്നേ. ആ അമ്മ എന്തിനാ കരഞ്ഞേ? കരഞ്ഞൊന്നുമല്ല, വെയിലത്ത് നിന്ന ഈയിടെ അങ്ങനെയാ, കണ്ണി വെള്ളം നിറയും. എനിക്ക് ഇവിടെ വന്നാൽ അങ്ങനെ. അച്ഛന്റെ പേരാ അമ്മ ഈ മാവിനിട്ടേക്കുന്നത്. ഓഹോ, ഒറ്റയ്ക്കിരിക്കുമ്പോ നിങ്ങളെല്ലാം കാണണമെന്ന് തോന്നും. അപ്പൊ അങ്ങനെ കാണാനാ. അതുകൊണ്ട് ഓരോ മരത്തിനും ഓരോ പേരിട്ടങ്ങ് വിളിക്കും. ആദ്യമൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരുന്നു പേരിട്ടിരുന്നത്. പേരിട്ട് ഒടുവിൽ അദ്ദേഹം അങ്ങ് പോയപ്പോ ഞാൻ ഇതിനാ പേരങ്ങിട്ടു. ഇത് മുറിച്ചാ എന്നെ ചുടേണ്ടത്. നിങ്ങളുടെ 3 പേരുടെയും പേരുള്ള മരങ്ങളുടെ ഇടയിൽ കൂടെ എടുത്ത് ആ പുളിയുടെ തെക്ക് മാറ്റി കുഴിയെടുത്ത് ഇത് മുറിച്ച്, അങ്ങനെയൊക്കെ എന്റെ മനസ്സിലെ ആഗ്രഹം. അമ്മയുടെ ആഗ്രഹം പോലെ അതൊക്കെ അങ്ങ് നടക്കും. പക്ഷെ ഓരോ തവണ വരുമ്പോഴും ഇതിങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് ഒരു ബോറാ. നിങ്ങൾക്ക് ഇത് ഓർത്തോണ്ടിരിക്കാൻ എവിടാ സമയം? മറന്നുപോയാലോ? എന്നാലും മരിച്ചു കഴിഞ്ഞ് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് മുമ്പേ കുട്ടി പറഞ്ഞു വെക്കുന്നതാ നല്ലത്. ഭർത്താവായാലും മക്കളായാലും അവരുടെ സൗകര്യത്തിന് വിട്ടുകൊടുത്താൽ അവർക്ക് തോന്നിയതൊക്കെ കാണിക്കും. തോറ്റു. ഒന്നാം തരം പെട്ടിയും ഡ്രസ്സും നിറച്ച് ആട്ടും ചാണകം കൊണ്ടുവന്ന് പുരട്ടുക. വേറെ ഒന്നും കിട്ടിയില്ലേ നിനക്കൊക്കെ? കുസൃതി കാണിച്ചെന്നും പറഞ്ഞ്. കുസൃതിയൊന്നുമല്ല, അതിന്ന് പശുവിന്റെ കുഞ്ഞ് വിരിഞ്ഞു വരും പോലും. പശുവിന്റെ കുഞ്ഞോ? ആ, പശുവിന്റെ മുട്ടയെന്നും പറഞ്ഞ. ഇതാര് പറഞ്ഞു കൊടുത്തു? ആരാടി പറ. നേരാണോടി മോളെ? ഞാനത് സൂട്ട് കേസിൽ കൊണ്ടുവയ്ക്കാനൊന്നും പറഞ്ഞില്ല. ഓ, ഇതത്ര വലിയ കലാമറ്റി ഒന്നും ആക്കണ്ട പിന്നെ കാര്യമില്ല. പുത്തൻ ഡ്രസ്സല്ല ചണ്ടി അഴുക്കം കൊണ്ട് തേച്ചേക്കുന്നേ. ഒന്ന് ചെന്ന് നോക്ക്. ആട്ടുംകാട്ടമല്ലേ, അതെങ്ങും പെരളുകയും പറ്റൂല. പാറ്റാവിളിയമാരെ കിടന്നോളും. പോരായെങ്കിൽ ആട്ടും പുഴുക്കാക്കി ഔഷധ ഗുണമുണ്ടെന്നും പറയാറുണ്ട് അല്ലേ മേ? അങ്ങനെ തന്നെ പറഞ്ഞു കൊടുത്ത് പിള്ളേരെ വളർത്തണം. എങ്കിലല്ലേ നാളെ ഒരു പട്ടിയുടെ ദീടം കൊണ്ടൊന്ന് ഡ്രസ്സിന്റെ ഇടയിൽ ഇടുള്ളൂ. എല്ലാരും ചിരിച്ചോ. ഇനി അത് മുഴുവൻ എടുത്ത് ഒന്നേന്ന് ഡ്രൈ ക്ലീൻ ചെയ്തിട്ട് എന്റെ പൊന്നുമക്കൾ നല്ല ഡ്രസ് ഇട്ടാ മതി. മക്കളെ ധൃതി പിടിക്കണ്ട. പശുവിന്റെ കുട്ടിയെ അമ്മൂമ്മ കാണിച്ചു തരാം. അതൊക്കെ നിങ്ങൾ പോണേന് മുമ്പ് ശരിയാക്കാൻ അമ്മൂമ്മ തള്ളപ്പശുവിനോട് പറയാം കേട്ടോ. അമ്മൂമ്മയുടെ പിറന്നാളിന് മുമ്പ് എന്തായാലും കുട്ടിയെ തരുമെന്ന് അവള് പറഞ്ഞിട്ടുണ്ട്. കിടന്നുറങ്ങിയില്ല.
മറ്റുള്ളവർ ഉറങ്ങായിട്ട് സമ്മതിക്കില്ല.